മഴ ശക്തമായതോടെ പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നു തുടങ്ങി. പെരിയാറിന്റെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ ജലനിരപ്പ് ഉയരുകയാണ്. മണപ്പുറത്ത് നിന്ന് നിഷ ദിലീപ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഭൂതത്താൻകെട്ട് ഡാമിന്റെ എല്ലാ ഷട്ടറുകളും തുറന്നതോടെ പെരിയാറിൽ ജലനിരപ്പ് ഓരോ നിമിഷവും ഉയരുകയാണ്. പലയിടങ്ങളിലും പെരിയാർ കരകവിഞ്ഞൊഴുകുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ മണപ്പുറത്താണ്. മണപ്പുറത്ത് ആലുവ പുഴ കരകവിഞ്ഞൊഴുകുന്നുണ്ട്. ബലിതർപ്പണ കടവുകളെല്ലാം തന്നെ ഏതാണ്ട് മുങ്ങിയ നിലയിലാണ്. ക്ഷേത്രത്തിനുള്ളിലും വെള്ളം കയറിയിട്ടുണ്ട്. 2 ദിവസമായി ക്ഷേത്രത്തിനുള്ളിലേക്ക് വെള്ളം കയറി തുടങ്ങി. ഇപ്പോൾ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ക്ഷേത്രത്തിനുള്ളിലെ ജലനിരപ്പും ഉയർന്നിട്ടുണ്ട്. വിഗ്രഹം അടക്കം മുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൂജകളൊക്കെ അവിടെയാണ് നടക്കുന്നത്. എന്തായാലും ഓരോ നിമിഷവും ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു. പെരിയാറിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഇതിന്റെ തീരത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചിത്രപ്പുഴ കരകവിഞ്ഞൊഴുകുന്നു. ചിത്രപ്പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ തീരത്ത് താമസിക്കുന്നവരുടെ വീടുകളിലടക്കം വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ആവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും സജ്ജീകരിച്ചതായാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. എറണാകുളത്ത് നിർത്താതെ തന്നെ മഴ ഇപ്പോഴും തുടരുകയാണ്. ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാനുള്ള എല്ലാ സംവിധാനങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. നദികളുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെയും മാറ്റിപ്പാർപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും പൂർത്തിയാക്കിയതായാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ആലുവ മണപ്പുറത്ത് നിന്നും ക്യാമറമാൻ സുശോഭ് KS-നൊപ്പം നിഷ ദിലീപ്, ജനം.